മാഷാ അല്ലാഹ്, സയ്യിദുൽ ഉലമയുടെ സന്ദേശയാത്രയിൽ കൊല്ലത്ത് ഞാൻ 4 മണിക്കൂർ സ്റ്റേജിലുണ്ടായിരുന്നു. കോട്ടയത്ത് ഞാൻ കോട്ടയം ജില്ലാ ഉപാധ്യക്ഷനാണ് സമസ്തയുടെ. ഗ്രൂപ്പ് ഒന്നും വെളിവാക്കണ്ടായിരുന്നല്ലേ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിലും അൽഹംദുലില്ലാഹ് കാരന്തൂർ മർക്കസിൽ ഹിഫ്ള് തുടങ്ങിയ കാലത്ത് 87, 88, 89 3 കൊല്ലം ഹാഫിള് ഉസ്താദായി ജോലി ചെയ്യുകയും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി 14-15 വയസ്സുള്ളപ്പോൾ AP ഉസ്താദ് ഹിഫ്ളിൽ കൊണ്ടുവന്നിരുത്തി എൻ്റെ അടുത്തുനിന്ന് കാമിലായ ഹാഫിളാവുകയും ചെയ്തു. ഇപ്പം തൂക്കൊത്തില്ലേ? മനസ്സിലായില്ല? അല്ലെങ്കിൽ തന്നെ കോട്ടയക്കാരുടെ ഭാഷ ആർക്കും മനസ്സിലാവില്ല. താരിഖിന് മനസ്സിലായി ഇല്ല? താരിഖ് അൽഹംദുലില്ലാഹ് മിനിയാന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്നെ വിളിച്ചു. ഷമ്മാസ് ഉസ്താദ് ജനുവരി 13 കോട്ടയത്ത് AP ഉസ്താദ് വരുമ്പോൾ ഉസ്താദിന്റെ ഒരു ആശംസ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇൻഷാ അല്ലാഹ് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സമസ്തയുടെ കോട്ടയം ജില്ലാ ഉപാധ്യക്ഷനാണെന്ന് അറിയാം. എന്നിട്ടും അവരെന്നെ വിളിച്ചു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുന്നത്തി ജമാഅത്തിനെ നമുക്ക് ഗ്രൂപ്പ് വേണ്ട, നമ്മൾ ഒരുമിച്ച് പോകണം, അല്ലേ? നമ്മൾ ഒരുമിച്ച് പോകണം. പണ്ഡിതന്മാരാണ്. അല്ലാഹു തആല പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. അപ്പോ എൻ്റെ വാപ്പ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഈ വരുന്ന വഴിക്ക് ഒരു LP സ്കൂൾ ഞാൻ കണ്ടു. ആ സ്ഥാപനത്തിലാണ് CH പഠിച്ചത്, അല്ലേ? അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ശംസുൽ ഉലമയും കുത്തുബി ഉസ്താദും വരക്കൽ മുല്ലക്കോയ തങ്ങളും ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാരും അബൂബക്കർ മുസ്ലിയാരും എല്ലാവരും ജനങ്ങളെ നെഞ്ചിലേറ്റിയ പണ്ഡിതന്മാരാ. അവരൊക്കെ വഫാത്തായി മണ്ണിലാണ്. പക്ഷേ അവരാരും മരിച്ചിട്ടില്ല, അവരനശ്വരരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല, ജീവിക്കുന്ന കാലം നാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മരിച്ചു പോകണം. ഈ ഉമ്മത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മുഅ്മിനീങ്ങളായി ജീവിച്ച് മുഅ്മിനീങ്ങളായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ഒരു ദിവസം അഖദ റസൂലുള്ളാഹി ബിമൻകിബയ്യ, മുത്തുനബി എൻ്റെ തോളത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. ഇബ്നു ഉമറേ, നീ ഈ ദുനിയാവിൽ ഒരു പരദേശിയെ പോലെ ആകണം, ഒരു വിദേശിയെ പോലെ. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ വഴിപോക്കനെ പോലെ. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ നീ കബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ടിരിക്കണം. നാം ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിലും മുന്നേ പോയവരാണ് ആ പള്ളിക്കാട്ടിൽ കിടക്കുന്നത്. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും, അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളോടൊപ്പം ലാഹിഖൂൻ, ഞങ്ങളും വന്നു ചേരുന്നതാണ്. എല്ലാ മഖ്ബറയിലും ഈ ദുആ എഴുതി വെച്ചിട്ടുണ്ട്. അവര് മുന്നേ പോയി, നമ്മൾ പിന്നാലെ പോകുന്നു. ഇവിടെ ആർക്കും കാലാകാലം ജീവിക്കാൻ കഴിയില്ല. ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ദുനിയാവ് ആർക്കെങ്കിലും അല്ലാഹു ശാശ്വതമായി നൽകിയിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലാകണമായിരുന്നു. ഫീഹാ മുഖല്ലദാ, ഈ ദുനിയാവിൽ മുഖല്ലദായിട്ട് കാലാകാലം വസിക്കണമായിരുന്നു. ആ നബിയോട് അല്ലാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. നബിയേ, ഇന്നക മയ്യിതുൻ, അവിടുന്ന് മരണപ്പെടും നബിയേ. വ ഇന്നഹും മയ്യിതൂൻ, അവരെല്ലാവരും മരിക്കും നബിയേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കാലം ജീവിച്ചു ഇവിടെ? 63 വർഷം, അല്ലേ? 63 വർഷം. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് lived in the full shadow of history.
ചരിത്രത്തിന്റെ സമ്പൂർണ്ണ തണലിൽ ജീവിച്ചു മരിച്ചു. എത്ര ദിവസം ജീവിച്ചു, എത്ര വർഷം ജീവിച്ചു. അവിടുത്തെ താടി തലമുടിയിൽ എത്ര മുടികൾ കറുത്തിരുന്നു, നരച്ചു. ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒപ്പിവെച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മളോട് എന്ത് പറഞ്ഞു? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ വർദ്ധിപ്പിക്കണേ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന രസങ്ങൾ, അനുഭൂതികൾ മുറിച്ചു കളയുന്ന. ഹാദിമെന്ന് പറഞ്ഞാൽ ഖാത്തിഅ് യഅനി അൽ മൗത, നിങ്ങൾ മരണത്തെ കൂടുതൽ ഓർക്കണേ. നബിയുനാ റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞു, കഫാ ബിൽ മൗതി വാഇലാ, മരണം നല്ലൊരു ഉപദേശിയാണ്, മരണം നല്ലൊരു പ്രാസംഗികനാണ്, മരണം നല്ലൊരു വാഇലാണ്. ഓരോ മരണത്തിലൂടെയും നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളണം. കഫാ ബിൽ മൗതി വാഇലാ, ഓരോ മരണവും. ഈരാറ്റുപേട്ടയിൽ ഇന്നലെ എൻ്റെ നാട്ടിൽ, കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ എൻ്റെ നാട്ടിൽ ഞാൻ തന്നെ നിക്കാഹ് ചെയ്ത് കൊടുത്ത, ഞാൻ തന്നെ നിക്കാഹിൻ്റെ മെസ്സേജും കൊടുത്ത 20 കൊല്ലം മുമ്പ് പെട്ടെന്ന് അദ്ദേഹം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ തടിമില്ലിൽ പോകുമ്പോൾ കാറിൽ വെച്ച് അറ്റാക്ക് ഉണ്ടായി. ഞെട്ടിപ്പോയി. ഭയങ്കര ജനാവലിയായിരുന്നു മയ്യിത്ത് നിസ്കാരത്തിൽ. അല്ലാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. വെറും 40 വയസ്സ്, വെറും 40 വയസ്സ്. ബഹുമാനപ്പെട്ടവരെ, ഓരോ മരണം നടക്കുമ്പോഴും ചിന്തിക്കാനും, എൻ്റെ മരണം എപ്പോഴാണ്, ഞാൻ എങ്ങനെയാണ് മരിക്കുക, നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചാൽ നമ്മൾ പാപങ്ങളിൽ നിന്ന് രാജിയാവും, പാപങ്ങൾ ഒഴിവാക്കും. അതുകൊണ്ടാണ് മരണത്തെ ഓർക്കാൻ പറഞ്ഞത്. ഒരു ദിവസം അല്ലാഹു ഖുർആനിൽ വളരെയധികം പ്രശംസ ചൊരിഞ്ഞ ഒരു മഹാനായ പ്രവാചകനാണ് ദാവൂദ് നബി. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, നാം ദാവൂദിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ദാവൂദ് നബി അലൈഹിസ്സലാം വീട്ടിൽ നിൽക്കുമ്പോ വീടിനകത്ത് ഒരാള്, മൻ അന്ത, നീ ആരാണ്, നീ ആരാ, നീ വീട്ടിനകത്ത് എന്തിനു വന്നു, ആരാണ് താങ്കൾ? അന ലാ അഹാബുൽ മുലൂക്ക്, എനിക്ക് ഭരണാധികാരികളെ ഭയമില്ല. വലാ യുംനഉ മിനൽ ഖുസൂർ, കോട്ട കൊത്തളങ്ങളിൽ കടക്കുന്നതിൽ നിന്നും ഞാൻ തടയപ്പെടാറില്ല. എനിക്കൊരു രാജാവിനെയും ഭയവുമില്ല എന്ന് ആഗതൻ പറഞ്ഞപ്പോ ദാവൂദ് നബി പറയുകയാണ്, ഇദൻ അന്ത മലക്കുൽ മൗത്ത്, നീ മലക്കുൽ മൗത്താണല്ലേ? അതെ, മലക്കുൽ മൗത്താണല്ലേ? അതെ. അപ്പോൾ ദാവൂദ് നബി പറഞ്ഞു പോലും, ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ലല്ലോ, ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ. അപ്പം മനസ്സിലായി മലക്കുൽ മൗത്താണ്, റൂഹ് പിടിക്കാൻ വന്നതാണെന്ന് മനസ്സിലായി ദാവൂദ് നബിക്ക്. ഇദൻ ലം അസ്തഇദ് ലിദാലിക്, ഞാൻ അതിനൊരുങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ദാവൂദ് നബി. അപ്പോ ദാവൂദ് നബിയോട് മലക്കുൽ മൗത്ത് പറഞ്ഞു പോലും, ഐന ജാറുക ഐന ഖരീനുക, എവിടെ നിന്റെ അയൽവാസി ഹാജിയാര്, എവിടെ നിന്റെ കൂട്ടുകാരൻ? കുല്ലുഹും മാതു, അവരൊക്കെ മരിച്ചു പോയില്ലേ? അവരുടെ മരണത്തിൽ നിനക്ക് ഇബറത്തില്ലേ, ഗുണപാഠമില്ലേ എന്ന് ചോദിച്ചെന്നാണ് ചരിത്രം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? നൂഹ് നബിയുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നപ്പോൾ ചോദിച്ചു, യാ അത്വലൽ അംബിയാഇ ഉംറ, ദീർഘകാലം ഭൂമിയിൽ ജീവിച്ച നബിയേ, എത്ര കൊല്ലമാ നൂഹ് നബി ജീവിച്ചത്? അല്ലാഹു പറയുന്നു 950 വർഷം, 1000ഓളം വർഷം ജീവിച്ചു. നോക്കൂ, ദഅവത്ത് ചെയ്തു ജനങ്ങളെ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിലേക്കും തൗഹീദിലേക്കും ക്ഷണിച്ച പ്രവാചകനാണ് ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിയോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, കൈഫ വജദ്ത ദുനിയാ, 1000 കൊല്ലം ജീവിച്ച ദുനിയാവ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ
നബിയുല്ലാഹി നൂഹ് നബിയുടെ മറുപടി എന്താണെന്നറിയുമോ? വജത്തുഹാ കദാരിൻ ലഹാ ബാബാനി ദഖൽതു സുമ്മ ഖറജതു. എനിക്ക് ഈ ദുനിയാവ് തോന്നുന്നത് 950 1000 വർഷം ഞാൻ ജീവിച്ചിട്ടും എനിക്ക് ദുനിയാവ് തോന്നുന്നത് കദാരിൻ ഒരു വീട് പോലെയാണ്. ലഹാ ബാബാനി, അതിന് 2 വാതിലുകളുണ്ട്. 2 വാതിലുള്ള ഒരു വീട്. ദഖൽതു സുമ്മ ഖറജതു, ഒരു വാതിലിലൂടെ ഞാൻ പ്രവേശിച്ചു, മറ്റേ വാതിലിലൂടെ പുറത്ത് കടക്കുകയും ചെയ്തു. വളരെ പെട്ടെന്നർത്ഥം ഈ ദുനിയാവ് കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോ 50, 60, 70 ജീവിക്കുന്ന നമുക്ക് എങ്ങനെയാ തോന്നുക? അല്ലേ? ഞാൻ ഈയിടെ എൻ്റെ ഈ തൊട്ട് മുമ്പത്തെ 20 കൊല്ലം ആലോചിച്ചപ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോയിരിക്കുന്നത്. നമ്മുടെ ഇപ്പൊ നിലവിലുള്ള ആ 20 കൊല്ലം, നമുക്കൊക്കെ ഓർമ്മയുള്ള 20 കൊല്ലം ആദ്യത്തെ 20 കൊല്ലമാ അല്ലേ? കണ്ണിമാങ്ങ പറിച്ചു തിന്നതും കലിങ്ങിന്റെ അടിയിൽ ഒളിച്ചിരുന്നതും ഊഞ്ഞാലാടിയതും അല്ലേ അല്ലേ? ആ സമയം ഇങ്ങനെ നീണ്ടുപോയി അല്ലേ? സ്കൂളിൽ പോവാതെ ഇരുന്നതും വാപ്പച്ചിയോട് കള്ളം പറഞ്ഞതും അല്ലേ? ആ ഒരു നല്ല കാലഘട്ടം. അത് കഴിഞ്ഞുള്ള കാലഘട്ടമാണ് കല്യാണം കഴിച്ചലും, അതുപോലെ സ്ത്രീകളാണെങ്കിൽ പ്രസവങ്ങളും പേരക്കുട്ടികളും പുത്രകളത്രാദികളും വീടുപണിയും ഒക്കെയായി വളരെ വേഗം പോയി. വല്ലതും ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴോ അല്ലല്ല ഇപ്പൊ കാലിന് നീര്, ശരിക്കും റുക്കുവും സുജൂദും ചെയ്യാൻ കഴിയുന്നില്ല, മുട്ടിന് വേദന അല്ലേ? ഇനി എത്ര കാലമുണ്ട് നമുക്ക്? 2 दिन का जिंदगी है मत चल अकड़ अकड़ कर आएंगे फरिश्ते ले जाएंगे पकड़ पकड़ कर. മനുഷ്യ, നിനക്ക് ഇവിടെ 2 ദിവസത്തെ ജീവിതമാണ്. 2 दिन का जिंदगी है मत चल अकड़ अकड़ कर, നീ മറന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കരുത്. ആയേംഗെ ഫരിഷ്തേ, ഫരിഷ്തേ വരും, മലക്കുൽ മൗത്ത് വരും. ലേ ജായേംഗെ പക്കട് പക്കട് കർ, നിന്റെ ആത്മാവിനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അനുവാദം ചോദിക്കാതെ പിടിച്ചു കൊണ്ടുപോകും. അല്ലാഹുവേ, ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. റാഹത്തായ മരണം പോകാതിരിക്കാൻ പറ്റൂല. പറ്റുമോ? പോകാതിരിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ തീരുമാനം മാത്രം. പക്ഷേ റാഹത്തായിട്ട് അതിനുമുമ്പ് നമ്മൾ തൗബ ചെയ്യണം. സൂറത്തുൽ അഹ്കാഫിൽ ഒരു ആയത്തുണ്ട്, അള്ളാഹു പറയുന്നുണ്ട് ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന. നല്ല ആരോഗ്യവും ശക്തിയുമുള്ള ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അശുദ്ധ കരുത്തുള്ള സമയം, വബലഗ 40 സന, 40-ലെത്തുമ്പോ ആത്മീയ ചിന്തകൾ ഉടലെടുക്കണം എന്നാ. ഉണ്ടോ? 40 വയസ്സിലെത്തുമ്പോൾ അതുവരെ അള്ളാഹ്ക്കറിയാം ഇവൻ ഓടും ചാടും അല്ലേ? 40 വയസ്സ് വരെ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രായമാണല്ലോ യൗവനം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പടച്ചവൻ പുറത്തു തരട്ടെ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഅദറല്ലാഹു ഇലംരിഇൻ ഹത്താ ബലഗ 60 സന. 60-ലെത്തിയിട്ടും ആത്മീയ ചിന്തകൾ വരുന്നില്ലെങ്കിൽ, മരണത്തെ കുറിച്ച് ഓർക്കുന്നില്ലെങ്കിൽ, തൗബ ചെയ്യുന്നില്ലെങ്കിൽ, നിന്റെ ഒഴിവ് കഴിവ് അള്ളാഹു സ്വീകരിക്കുന്നതല്ല. 60-ലെത്തിയിട്ടും നന്നാവാത്തവരുണ്ട്, 60-ലെത്തിയിട്ടും ചേഞ്ച് ഇല്ലാത്തവരുണ്ട്. ഒരു സങ്കോചവും അവർക്കില്ല, അവരിപ്പോഴും തെറ്റില്ല. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മരണം സുനിശ്ചിതമാണ്. വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, കാലിൽ കടക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അടുത്തുണ്ട് കേട്ടോ. മരണം, അതിനെ നാം ഇത്രയും നേരം സ്ഥാപിച്ചു. എന്താ മരണം? ഫിറാഖുർ റൂഹി മിനൽ ജസദി. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെയും ആത്മാവിന്റെയും സംഘാതമാണ്, കോംപ്ലക്സ്. മനുഷ്യൻ എന്ന് പറയുന്ന ആർക്കാ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബോഡി, പിന്നെ ആത്മാവ്.
ബോഡി മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ബോഡി ആത്മാവിന്റെ വാഹനമാണ്. പ്രസക്തി ബോഡിക്കല്ല, ശരീരത്തിനല്ല, റൂഹിനാണ് പ്രസക്തി. റൂഹ് അത് അള്ളാഹുവിന്റെ ഗിഫ്റ്റാണ്. ഉണ്ടോ? അള്ളാഹു സൂറത്ത് സാദിൽ പറയുന്നുണ്ട്, ഫൈദാ സവ്വൈതുഹു, ഞാൻ ആദമിനെ കളിമണ്ണ് കൊണ്ട് ബോഡി ഷേപ്പ് കൊടുത്ത് ബോഡി നല്ല ക്ലിയറായി നേരെ ചൊവ്വെ പടച്ചു കഴിഞ്ഞാൽ വനഫഖ്തു ഫീഹി മിർ റൂഹി, ഈ ആദമിന്റെ ബോഡി ഷേപ്പിലേക്ക് ഞാൻ എൻ്റെ റൂഹ് ഊതുകയും ചെയ്താൽ, ഉണ്ടോ? നഫഖ്തു ഫീഹി മിർ റൂഹി. അപ്പൊ റൂഹ് എന്ന് പറഞ്ഞാൽ റൂഹിന് ശരീരം ഉണ്ട്, പക്ഷേ മിൻ അജ്സാമിൽ ലതീഫ, വളരെ മൃദുലമായ ശരീരമാണ്. അത് അള്ളാഹു പറയുന്നു, ഞാൻ ഊതി ആദമിന്റെ ശരീരത്തിലേക്ക്. ഞാനൊന്ന് ഊതട്ടെ. ഊതല് കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഇതാണ് ചൈതന്യം, ഇതാണ് ജീവൻ എന്ന് പറയുന്നത്, ഇതാണ് ആത്മാവ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചിന്തിക്കാവുന്ന ഒരായത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വയസ്അലൂനക അനിർ റൂഹ്, നബിയെ അങ്ങയോട് ചോദിക്കുന്നു റൂഹിനെ കുറിച്ച്, റൂഹിന്റെ രഹസ്യത്തെ കുറിച്ച്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, നബിയെ പറയണം, അർ-റൂഹു, ജീവന്റെ രഹസ്യം, മിൻ അംരി റബ്ബി, അതെന്റെ റബ്ബിന്റെ അമ്രാണ്, കൽപ്പനയാണ്, ആഭ്യന്തരമാണ്, അതിലാർക്കും പങ്കില്ല. കുറച്ച് നാൾ മുമ്പ് അമേരിക്കൻ സയന്റിസ്റ്റുകൾ പറഞ്ഞു, ഞങ്ങൾ ജീവന്റെ രഹസ്യം കണ്ടെത്തി, ജീനോം കോഡ് കണ്ടെത്തി, ഞങ്ങൾക്കിപ്പം വായിക്കാൻ കഴിയും എന്താണ് ആത്മാവ് എന്ന്. വായിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഒരു 20% വായിക്കാം, ഒരു 20% മുബഹമ, അവ്യക്തതയാ, മൂടൽമഞ്ഞ് പോലെയാ. മനസ്സിലായോ? അങ്ങനെയൊന്നും വായിക്കാൻ പറ്റൂല. അള്ളാഹു പറയുന്നുണ്ട് ശേഷം ഈ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ? വമാ ഊതീതും മിനൽ ഇൽമി, അറിവിൽ നിന്ന്, നോളേജിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇല്ലാ ഖലീലാ, വളരെ കുറച്ചു മാത്രം. ആ കുറച്ച് മാത്രം, അതിനകത്തൊരു 20% വായിക്കാൻ പറ്റി സയന്റിസ്റ്റുകൾക്ക്. ജീനോം കോഡ് കണ്ടിട്ടുണ്ടോ? ജീനോം കോഡ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ലേശം സയൻസ് ഒക്കെ പഠിക്കണേ. പരിശുദ്ധ ഖുർആൻ മുഴുക്ക സയൻസാ, ഖുർആൻ മുഴുക്ക സയൻസാ. അപ്പോ റൂഹിന്റെ രഹസ്യം അതാർക്കും അറിയില്ല, അത് അള്ളാഹുവിന്റെ അമ്ര, അള്ളാഹുവിന്റെ അമ്ര. അതുകൊണ്ടല്ലേ ഇസ്ലാം ആത്മഹത്യയെ നിരോധിച്ചത്? ആത്മഹത്യ എന്ന് പറഞ്ഞ എന്താ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന ജീവനെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ചാടി മരിക്കുകയല്ലേ? ആണോ അല്ലേ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ജില്ല പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഖതീബായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ. അന്ന് അവിടെ മറ്റൊരു വലിയ പള്ളിയിലെ ഇമാമ് അന്ന് ജുമാഅയ്ക്ക് പറഞ്ഞു, ആത്മഹത്യ ചെയ്യുന്നവരെ ഈ പള്ളിക്കാട്ടിൽ അടക്കാൻ സമ്മതിക്കുകയില്ല. ആ ജുമാഅയുടെ പ്രസംഗം വലിയ ചർച്ചയായി. പിറ്റത്തെ ആഴ്ച ആ ഇമാമിന്റെ മകൾ ആത്മഹത്യ ചെയ്തു. ആ ഇമാമിന്റെ മകൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അവര് പറഞ്ഞു, മോലിയാർക്ക മോളെ എവിടെ കബറടക്കം നോക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പറഞ്ഞത് ഫിഖ്ഹിയായിട്ട് തെറ്റാണ് അല്ലേ ഉസ്താദെ? പടച്ചോ നമ്മളെല്ലാം ആത്മഹത്യയിൽ നിന്ന് കാക്കട്ടെ. വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്കിടല്ലേ. വഅഹ്സിനൂ വഅൻഫിഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഉണ്ടോ? നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടല്. അള്ളാഹു പറയുകയാണ്, ആത്മഹത്യയെ കുറിച്ചാണ് ഈ ആയത്ത്. നോക്കൂ, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഖതല നഫ്സഹു ബിഹദീദ, ആരെങ്കിലും മൂർച്ചയുള്ള ആയുധം കുത്തിക്കയറ്റിയാണ് ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ, ഫഹദീദതുഹു ഫീ യദിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലവും നരകത്തിൽ ഇതേ പണിഷ്മെന്റ് ആണ്, അദാബാണ് അവനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്.
തീർന്നില്ല. വമൻ ശരിബ സുമ്മ, ആരെങ്കിലും വിഷം കുടിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നം, കാലാകാലം നരകത്തിൽ അതേ വിഷം കുടിച്ച് അവൻ ശിക്ഷിക്കപ്പെടും. ഒമൻ തറദ്ദാ മിൻ ജബലിൻ, ആരെങ്കിലും പർവ്വതത്തിൽ നിന്ന് വീണുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ വലിയ ടവറിൽ നിന്ന് എടുത്തു ചാടിയാണ് ജീവൻ അപഹരിക്കുന്നതെങ്കിൽ ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നം, നാളെ നരകത്തിൽ അവന് കാലാകാലം ഇതേ ശിക്ഷയാണ്. അല്ലാഹു കാക്കട്ടെ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് രണ്ടാം ശാഫിഈ ഇമാം നവവി റഹ്മഹുല്ലാ പറഞ്ഞു, മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ദുർബല നിമിഷത്തിലായിരിക്കും. ആ സമയം ചിലപ്പോൾ ഒരു വാല് കേട്ടാൽ അല്ലെങ്കിൽ ബുദ്ധിമാനായ ഒരു ബ്രില്യൻ്റായ മനുഷ്യന്റെ സതുപദേശം കേട്ടാൽ അതിൽ നിന്ന് അവൻ പിന്മാറും. നോക്കൂ, ഒന്നുകിൽ കഠിനമായ രോഗം, കഠിനമായ ദാരിദ്ര്യം, കഠിനമായ കടം, ഇതൊക്കെ ഭരിക്കുമ്പോൾ മനുഷ്യന്റെ നിയന്ത്രണം വിട്ടു. അപ്പോഴായിരിക്കാം. അതുകൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. കണ്ടോ?